നമസ്കാരം, എല്ലാവർക്കും VR ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പഴയ ഓർഡിനറി ടിവിയുടെ ബോർഡിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ, അഴിക്കാവുന്ന ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് അതായത് ടിവിയുടെ ഓഡിയോ സെക്ഷൻ കട്ട് ചെയ്തൊരു ആംപ്ലിഫയർ ഉണ്ടാക്കാനായിട്ടല്ല. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടിവിയുടെ അതായത് ഓഡിയോ സെക്ഷൻ. TDA 2003 3ൻ്റെ ഒരു സർക്യൂട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ IC കിടക്കുന്നില്ല. IC നമുക്ക് കിട്ടാൻ മതി, 230 ഇട്ടാൽ മതി. TDA 2030 ഇട്ടാൽ മതി. അപ്പം നമ്മൾ ഈ ട്രാൻസിസ്റ്റർ വെച്ചാണ് ആംപ്ലിഫയർ ചെയ്യുന്നത്. അത് C5387 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. ടോഷിയുടെ 2 സീരീസ് ഉണ്ട്, 2SC5387 ഉണ്ട്, C5387. അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് C5387 ആണ്. അപ്പം ഈ ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത് പറയുന്നത് നമ്മുടെ ടിവിയുടെ പവർ സപ്ലൈ സെക്ഷൻ ആണ്. ഇത് നമ്മുടെ ടിവിയുടെ പവർ സപ്ലൈ സെക്ഷനാണ്. അപ്പം അതായത് ഈ ഒരു ട്രാൻസ്ഫോമർ, അതായത് 110 വോൾട്ട് ഔട്ട് വരുന്ന ട്രാൻസ്ഫോമറാണ്. അപ്പം അതിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ടിവിയുടെ ബോർഡിലും കാണുന്നില്ല. അപ്പോൾ ചില ബോർഡ് STR ആയിരിക്കാം, ചില ബോർഡിൽ നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്ററിന് കാണുന്നില്ല, ട്രാൻസിസ്റ്റർ വ്യത്യസ്തമായിരിക്കാം. അപ്പം ഈ ഒരു എന്താ പറയുക, ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഈ TDA 2003ൻ്റെ ഒരു ആംപ്ലിഫയർ സെക്ഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ നോക്കി കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ പറയാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ ആംപ്ലിഫയർ ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഇതിന് വേണ്ട കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വേണ്ട കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമുക്ക് അതായത് 100 mF 50 വോൾട്ടിനൊരു കപ്പാസിറ്റർ വേണം. പിന്നെ നമുക്ക് ഒരു 1K റെസിസ്റ്റർ വേണം. പിന്നെ നമുക്ക് അതായത് 14007 എന്നൊരു ഡയോഡും കൂടെ വേണം. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഞാൻ പഴയ പറഞ്ഞ എടുത്താണ്. നമുക്കത് കൂടാതെ ഇത് 13005 എന്നൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്. ഈ ട്രാൻസിസ്റ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ച് ആംപ്ലിഫയർ ചെയ്യുമ്പോൾ മിക്കൊരു കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ചെറിയൊരു ഫുൾ വോളിയത്തിലിടുമ്പോൾ ചെറിയൊരു പതർച്ചയുണ്ട്. അപ്പോൾ ആ പതർച്ച വരാതിരിക്കാനും കൂടിയാണ് ഒരു ഡ്രൈവ് ട്രാൻസിസ്റ്റർ എന്നൊരു രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടും, നല്ലൊരു പെർഫെക്ഷനായിട്ട്. അതിനുവേണ്ടിയാണ് ഈ ഒരു ശരിക്കും ഇത് വേണ്ട ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടിപ്പ് 41C എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ് വേണ്ടത് നമുക്ക് ശരിക്കും. പക്ഷേ ആ ഒരു ട്രാൻസിസ്റ്റർ നമുക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏതൊരു NPN ട്രാൻസിസ്റ്റർ എടുക്കാം. ഇപ്പോൾ രണ്ടും ഒരു NPN ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റിലേക്ക് ബേസും സെക്കൻഡിലേക്ക് കളക്ടറും തേർഡിലേക്ക് എമിറ്ററും ആണ്. ഓക്കെ, അപ്പം മറ്റേ ട്രാൻസിസ്റ്റർ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് ഫസ്റ്റിലേക്ക് ബേസും സെക്കൻഡിലേക്ക് കളക്ടറും തേർഡിലേക്ക് എമിറ്ററും ആണ്. അപ്പം അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിന്ന് വെച്ച് നമുക്ക് സാധാരണ മെറ്റൽ ടൈപ്പാണ്, പക്ഷേ ഇത് മെറ്റൽ ടൈപ്പ് ട്രാൻസിസ്റ്റർ അല്ല. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സീറ്റിങ്ങോ കാര്യങ്ങളൊന്നും വേണം, നമുക്ക് നേരിട്ട് തന്നെ ഇത് പ്ലേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹീറ്റ് നമുക്കിത് പ്ലേസ് ചെയ്യാം. അപ്പം ഞാൻ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് 12 വോൾട്ട് അല്ല, 18 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 18 വോൾട്ട് 5 ആമ്പിയറാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴേക്കും നന്നായിട്ടൊരു ഹീറ്റ് ഉണ്ടാകും, ഹീറ്റ് നന്നായിട്ട് ഫോം ചെയ്യും. അപ്പം അതുകൊണ്ട് നമുക്ക് നന്നായിട്ടത് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു 1K റെസിസ്റ്റർ ഉണ്ട്. നമ്മൾ ആ 1K റെസിസ്റ്റർ നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ടു എമിറ്റർ നമ്മൾ സോൾഡർ ചെയ്യണം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഞാൻ ആദ്യം ഫസ്റ്റിലേക്ക് ബേസും സെക്കൻഡിലേക്ക് കളക്ടറും തേർഡിലേക്ക് എമിറ്ററും ആണ്. അപ്പം നമ്മൾ ആദ്യം 1K റെസിസ്റ്റർ അതായത് ബേസ് ടു എമിറ്റർ നമുക്ക് സോൾഡർ ചെയ്യണം. ഓക്കെ, ഞാനൊരു വ്യത്യസ്തമായ സർക്യൂട്ടിലാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നേരത്തേക്ക് ചെയ്ത പോലെ ആംപ്ലിഫയർ ആ ഒരു സർക്യൂട്ടിലല്ല ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, കുറച്ച് ക്ലാരിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടി. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്തിരിക്കുകയാണ്. അടുത്ത നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ അടുത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ 13005 ട്രാൻസിസ്റ്റർ നമ്മുടെ മെയിൻ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് സോൾഡർ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഡയോഡിനെ ലെഗിന് നീളക്കുറവാണ്. നമ്മൾ അത് വേറൊരു ഇതിൽ നിന്ന് ഊരിയെടുത്താണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കോപ്പർ കട്ട് ചെയ്ത് അതിൻ്റെ ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സോൾഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു അതായത് 13003 നമ്മൾ ഹീറ്റിംഗ് ആയിട്ട് ടൈറ്റ് ചെയ്തിലും കുഴപ്പമില്ല. നമ്മൾ ഹെവി ആയിട്ട് ഹീറ്റിംഗ് ആരൊന്നും ആകത്തില്ല. മെയിൻ ട്രാൻസിസ്റ്ററാണ് മെയിനായിട്ട് ഹീറ്റ് ആകുന്നത്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിസ്റ്റർ നമ്മുടെ ഈ മെയിൻ ട്രാൻസിസ്റ്റർ ഈ ടിവിയുടെ കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു NPN ട്രാൻസിസ്റ്റർ യൂസ് ചെയ്ത് നിങ്ങളെ ചെയ്യാൻ സാധിക്കും. 13005 ഇട്ട് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഓക്കെ,
സോൾഡർ ചെയ്തിരിക്കുന്ന ഡയോഡിൻ്റെ പോസിറ്റീവ് നമ്മുടെ 13005 കളക്ടറിൻ്റെ ആ വശത്തോട്ടായിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ മെയിൻ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അത്ര നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത് കണക്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 2.2Kയുടെ ഒരു റെസിസ്റ്ററാണ്. ഞാനിത് പറയാൻ വിട്ടുപോയതാണ്, സോറി, ക്ഷമിക്കണം. അപ്പം ആ 2.2K റെസിസ്റ്റർ നമ്മുടെ 13005 ബേസുമായിട്ട് ഷോർട്ട് ചെയ്യുക. അതിനുശേഷം ഒരു കപ്പാസിറ്റർ, നമ്മൾ നേരത്തെ കാണിച്ച കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഇതിൻ്റെ 13005 ബേസിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സെക്ഷനാണ് ഇൻപുട്ട് വരുന്നത്. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവാണ് ഇൻപുട്ട് വരുന്നത്. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഏകദേശം വർക്കുകളും കാര്യമൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സപ്ലൈ വയർ. സപ്ലൈയുടെ നമ്മുടെ ആ നീല വരയുടെ നെഗറ്റീവും മറ്റേ പോസിറ്റീവാണ്. അപ്പോൾ ആ വരെയുള്ള വയർ നമ്മൾ അതിൻ്റെ കളക്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണ്. കളക്ടറുള്ള എമിറ്റർ, മെയിൻ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് നമ്മൾ സോൾഡർ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ അടുത്ത ലൈൻ പോസിറ്റീവാണ്. അത് നമ്മൾ സ്പീക്കറിൻ്റെ കോയിൽ വഴി കയറിയാണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻപുട്ടാണ്. അതായത് അത് നമ്മുടെ ഗ്രൗണ്ട് നമ്മൾ നേരത്തെ തന്നെ ആ മെയിൻ ട്രാൻസിസ്റ്ററിനെ എമിറ്ററായിട്ട് കണക്ട് ചെയ്യുക. അത് നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പം അടുത്ത നമ്മൾ കണക്ട് ചെയ്യേണ്ടത് പറയുന്നത് അതിൻ്റെ ഇന്നാണ്. ഇന്ന് വരുന്നത് നമ്മൾ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലാണ് വരുന്നത്. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഏകദേശം വർക്കും കൂടെ കഴിഞ്ഞു. വർക്ക് നമ്മൾ തീർത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീക്കർ കണക്ട് ചെയ്ത് സപ്ലൈയും കൂടെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പം നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടുമാണ്, അതായത് ഈ രണ്ട് ലൈനാണ് നമ്മുടെ സ്പീക്കർ ഔട്ട് എന്ന് പറയുന്നത്. അതായത് ഇത് പോസിറ്റീവ് ലൈനാണ്. സ്പീക്കറിൻ്റെ കോയിൽ വഴി ഇറങ്ങിയാണ് ഇത് കയറി വരുന്നത്. സ്പീക്കർ കോയിൽ വഴി കയറിയാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളതിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കതൊന്ന് സപ്ലൈ ഒന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ്. സപ്ലൈ ഇതാണ്. അത് 18 വോൾട്ട് 5 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സപ്ലൈ കൊടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ 1 വോൾട്ട്, അതായത് 24 വോൾട്ട് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ ആ ബേസ് ടു എമിറ്റർ ഷോർട്ട് ചെയ്യുക 1K മാറ്റി 2K കൊടുക്കണം. അപ്പം ഇത് നമ്മുടെ സബ് വൂഫറാണ്. അതായത് 5 ഇഞ്ചിൻ്റെ ഒരു സബ് വൂഫറാണ്. 25 വാട്ട്സിൻ്റെ ഒരു സബ് വൂഫറാണ് ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിലൊരു ചെറിയ കോൺ സ്പീക്കറൊന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ സ്പീക്കറിൻ്റെ കോല് ഡാമേജ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീക്കറിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കാം. സ്പീക്കർ കണക്ഷൻ എല്ലാം നമ്മൾ കൊടുക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ പോസിറ്റീവ് ഇതിലൂടെ ഈ സ്പീക്കറിൻ്റെ കോയിൽ വഴി കയറിയാണ് ഇപ്പുറത്ത് വരുന്നത്. അപ്പോൾ നമ്മളിത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, അതായത് ഈ സ്പീക്കർ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സബ് വൂഫർ താഴേക്ക് താഴും. അങ്ങനെ വരികയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് എന്താ പറയുക, പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള വേരിയേഷൻ അത്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സബ് വൂഫറിൻ്റെ അതെങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ, സബ് വൂഫർ താഴേക്ക് താഴ്ന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കണക്ഷൻ വിടിപ്പിച്ച് നമുക്ക് തിരിച്ച് കൊടുക്കണം. എങ്കിലേ അത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ തിരിഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി ഓക്സ് കണക്ട് ചെയ്തൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ,
അപ്പോൾ ഓക്കെ നല്ലൊരു ബാസ് പഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നതാണ്. നല്ലൊരു ബാസ് ഇപ്പോൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ പൊതുവേ അതിൻ്റെ ബാസിൻ്റെ ഇത് കുറച്ചുകൂടെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഈ ഒരു സർക്യൂട്ടും കൂടെ ചെയ്യുന്നത് കുറച്ച് അതിൻ്റെ സൗണ്ടും കൂടെ കുറച്ച് ക്ലിയർ ആയിട്ട് കേൾക്കാറുണ്ട്. ഇപ്പോൾ ഒരു സബ് ആയതുകൊണ്ടാണ്. അപ്പം വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്പീക്കറുകൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് ബെറ്റർ ആയിട്ടുള്ള സ്പീക്കർ ഒരു 6 ഇഞ്ച് വൂഫറാണ്. 6 ഇഞ്ച് വൂഫർ ഒരു ടൂട്ടും കൂടെ ആണ് നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടും. 8 ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ 8 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ അത്ര അങ്ങനെ കോയിൽ അങ്ങോട്ട് നല്ല ബാസ് പഞ്ച് കിട്ടും. പക്ഷേ അത്ര വലിയതായിട്ടൊരു പഞ്ചിങ് കിട്ടത്തില്ല. ഒരു 6 ഇഞ്ചാണ് കറക്റ്റ്. ഇതുപോലുള്ള സ്പീക്കറെ കൊടുക്കരുത്. ഇങ്ങനെ 18 വോൾട്ട് 5 ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പീക്കറിൻ്റെ കോയിൽ കത്തിപ്പോവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ വോൾട്ടേജിൻ്റെയാണ്. അതുകൊണ്ട് നല്ല ഈ ട്രാൻസിസ്റ്റർ പൊതുവേ പവർ കൂടുതലാണ് ട്രാൻസിസ്റ്റർ. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ കുഞ്ഞു സ്പീക്കറിന് കോൺ സ്പീക്കറിന് കൊടുക്കാതിരിക്കുക. അപ്പം ഈ ഒരു 5 ഇഞ്ച് സബ് ഊഫറെ കൊടുത്തപ്പോൾ നല്ലൊരു പെർഫോമൻസാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് 6 ഇഞ്ച് ഒരു ഊഫറൊക്കെ ആണെങ്കിൽ നല്ലൊരു ട്യൂട്ടറും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ചെറിയൊരു സ്പീക്കർ സിസ്റ്റം ചെയ്തെടുക്കാൻ സാധിക്കും. സ്റ്റീരിയോ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇതുപോലൊരു സർക്യൂട്ടും കൂടെ സ്റ്റീരിയോ ആക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും എൻ്റെ കമന്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ഓക്കെ, ഗുഡ് ബൈ.